ഒരുപക്ഷെ നിങ്ങൾ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ക്രോം ബ്രൗസർ ക്ലിയർ ചെയ്തിട്ട് പോലും ഉണ്ടാകില്ല. ഇതുവഴി നിങ്ങളുടെ ബാറ്ററി കുറയുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് ഫുള്ളാകുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലോ ആയിട്ടായിരിക്കും ബ്രൗസർ ലോഡായി വരുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 5-6 ടിപ്പുകൾ പറഞ്ഞുതരാം. ക്രോം ബ്രൗസർ ക്ലീൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് സ്റ്റോറേജ് കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഫോണിൽ. അതുപോലെ തന്നെ നല്ല സ്പീഡി ആയിട്ട് തന്നെ ബ്രൗസർ ലോഡിങ് ആവുന്നതായിരിക്കും. ഓക്കെ, ബാറ്ററി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ഭാഗത്തായിട്ട് ഒരു ബോക്സ് ഐക്കൺ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് ടാബ് എന്നാണ് പറയുന്നത്. ഈ ഒരു ടാബിൽ നിങ്ങൾക്ക് ഒരുപാട് ടാബുകൾ ഇവിടെ ഓണായി കിടക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ എന്ത് കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്തും പിന്നീട് നമ്മൾ പുതിയൊരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോരോ ടാബായിട്ട് ഇവിടെ ഓണായി കിടക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് ഒരുപക്ഷെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100-100-ലധികമോ ടാബുകൾ അവിടെ ഓണായി കിടക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഫുള്ളാകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ സൈറ്റുകളെല്ലാം ക്രോം ബ്രൗസർ റണ്ണായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടാബുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്തെടുക്കാൻ ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാം ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ക്ലോസ് ഓൾ ടാബ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ഓൾ ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ ടാബ്സുകളും ഒറ്റ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്കിത് ക്ലിയർ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ടാബിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റെ അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ആ ഒരു അപ്ഡേറ്റിൻ്റെ ഐക്കൺ കാണിക്കുന്നത്. 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാൻ പറ്റും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് സൈറ്റ് സെറ്റിങ്സ് എന്ന ഭാഗം കാണാൻ പറ്റും. നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ആ ഫസ്റ്റത്തെ ഓപ്ഷനിൽ, ഞാൻ ആദ്യം തന്നെ പറയുന്നത്, ആ ഫസ്റ്റത്തെ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സൈറ്റിൻ്റെയും ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റോറേജിൻ്റെ സ്പേസ് വളരെയധികം കുറവാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സൈറ്റുകൾ നിങ്ങൾക്കിത് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾ ക്ലിയർ ചെയ്തത് കുറേ ആയിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന എല്ലാ സൈറ്റിൻ്റെയും നിങ്ങൾക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഈ ഒരു സൈറ്റിൻ്റെയൊക്കെ നിങ്ങൾ ഡാറ്റകൾ നിങ്ങളിതിൽ സേവായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സൈറ്റിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ക്രോം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സൈറ്റ് സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അലൗഡ് ആണ് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോണ്ട് അലോയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വിച്ച് ചെയ്ത് കൊടുക്കുക. ചിലപ്പം ഓൺ ആയിട്ട് കിടക്കുന്നുണ്ടാകും ചില മൊബൈലിൽ, അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ഒരു സെറ്റിങ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി താഴത്ത് നോക്കുകയാണെങ്കിൽ ഡാറ്റ സ്റ്റോറഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡാറ്റയും നിങ്ങൾക്ക് എത്ര MB സൈസാണ്, എത്ര KB സൈസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാണിക്കുന്നത്. നിങ്ങൾ ക്ലീൻ ചെയ്യാത്ത വ്യക്തികളാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ ഇവിടെ കാണാൻ പറ്റുക. ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഒറ്റയടിയിൽ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് ഈ ഡാറ്റ ക്ലിയർ ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്പേസും നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൈറ്റുകൾ നിങ്ങൾ അഗെയിൻ ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പം ആ ലോഗിൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകൾ മാത്രം നോക്കി അതിൻ്റെ സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, മൊത്തത്തിൽ
ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഡിലീറ്റ് ആയി കിട്ടും. മാത്രമല്ല എത്ര MB നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കവർ ചെയ്തെടുക്കാൻ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇവിടെയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റെപ്പും കൂടി മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓൾമോസ്റ്റ് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കും കടക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൂടെ കൂടിക്കോളൂ. ഡെയിലി നിങ്ങളിലേക്ക് ഇതുപോലെയുള്ള അപ്ഡേഷൻസുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളായിരിക്കും മൊത്തത്തിലുണ്ടാകുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഈ ഡോണ്ട് അലോ സൈറ്റ് എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ ഈ കാണുന്ന സൈറ്റുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ക്രോം ബ്രൗസർ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളറിയാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ക്രോം ബ്രൗസർ ഈ ഒരു സൈറ്റുകളെല്ലാം റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ക്രോം ബ്രൗസറിൽ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഡോണ്ട് അലോ സൈറ്റ് സെൻഡ് നോട്ടിഫിക്കേഷൻസ് എന്നിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് നോട്ടിഫിക്കേഷൻ ഭാഗത്ത് തന്നെ. അതിനായിട്ട് നിങ്ങൾ ബാക്കോട്ട് വരിക. എന്നിട്ട് സൈറ്റ് സെറ്റിങ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്നും ജസ്റ്റ് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് വരാം. അതായത് നമ്മൾ സെറ്റിങ്സിലാണല്ലോ സൈറ്റ് സെറ്റിങ്സിലേക്ക് പോയിട്ടുള്ളത്. ഇനി നിങ്ങൾ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെയായിട്ടും ഒരു നോട്ടിഫിക്കേഷൻസ് എന്ന് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ടൂൾ ബാർ ഷോർട്ട് കട്ട് എന്നതിൻ്റെ നേരെ താഴത്തായിട്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓണായി കിടക്കുകയാണ്. സോ ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന അത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ ക്രോം ബ്രൗസർ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി മുതൽ നിങ്ങളെ ബാറ്ററി കുറയുന്നത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് ഇൻക്രീസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് നമ്മളെ കൂടിക്കോളൂ. ഓക്കെ, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര, മീഷോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടെലഗ്രാം ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആകുന്ന സമയത്ത്, അതായത് പ്രൈസ് ഡ്രോപ്പ് അലേർട്ട് എന്ന രീതിയിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം ചാനൽ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ് നമ്മളെ പ്രൊഡക്റ്റിന് ചില സമയത്ത് പ്രൈസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഒരു 50%, 80% ഒക്കെ പ്രൊഡക്റ്റിന് പ്രൈസ് ഡ്രോപ്പ് ആകുന്ന സമയത്ത് അങ്ങനെ വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമ്മളെ ടെലഗ്രാം ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് ബൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.